ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ. അവല് സ്വഭിക്കുന്ന ഞാൻ കേറി കുളിച്ച് മൊഞ്ചാക്കി അങ്ങ് തൃശ്ശൂർ എത്തണം. ഒരു ഗഡിന്റെ കല്യാണത്തിന് കൂടാണ്ട് മുടിയും വാരി ഇറങ്ങാൻ നേരത്തെ 2 ബുൾസ നമ്മളെയും കാത്ത് ടേബിൾ മേലെ. എത്ര തിരക്കാണെങ്കിലും ബുൾസ കിട്ടി എനക്ക് അതിന്റെ മട്ടത്തി കഴിക്കണം. ട്രെയിൻ പോയാലും സാരില്ല. മുട്ടന്റെ വെള്ളം എല്ലാം മാറ്റി മഞ്ഞ മാത്രം പൊട്ടിക്കാണ്ട് കിട്ടണം. എന്നിട്ട് മെല്ലെ അതെടുത്തിട്ട് പൊട്ടിക്കാണ്ട് കഴിക്കുമല്ലേ. അതേതാ സാധനം. ഇങ്ങനെ അല്ലാണ്ട് ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ബുൾസൈ വേസ്റ്റ് ആക്കണ്ട, മാറ്റി പിടിച്ചോ. വടകര റെയിൽവേയിൽ കാല് കുത്തലും ട്രെയിൻ വരുത്തും ഒന്നിച്ച്. സൈഡ് സീറ്റ് കിട്ടുമെന്ന് തപ്പി നോക്കിയിട്ട് അവസാനം കിട്ടിയ സീറ്റിലങ്ങ് ഇരുന്ന് എല്ലാവരും ഉറങ്ങുന്ന. എന്തിനാ വെറുതെ ലൈറ്റ് ഇട്ടിട്ട് അടങ്ങാറാക്കുന്നത്. പോകുന്ന വഴിക്ക് ട്രെയിനിൽ 2 ആളും കൂടി കയറാനുണ്ട്. ഒരേ നോക്കിട്ടാ ഞാൻ നിൽക്കുന്നത്. അടിപൊളി ഉഷാറായിക്ക്. ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ. പറഞ്ഞില്ല തെണ്ടി. നമ്മളെ റെയിൽവേ അല്ലേ, എന്തോ ഭാഗ്യത്തിന് അരമണിക്കൂറേ ലേറ്റ് ആയിക്കുള്ളൂ. കൂട്ടാൻ വരാന്ന് പറഞ്ഞ ആളെ കാണുന്നില്ല. അവസാനം ഓട്ടോറിക്ഷ കയറി തപ്പി പിടിച്ച് ലൊക്കേഷൻ എത്തി. ഓഫീസിലെ ബാക്കി ടീമിലാണ് നേരത്തെ എത്തി സൊറയും പറഞ്ഞു കുത്തിയിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കല്യാണച്ചക്കൻ. അങ്ങനെ താലിയിട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ മെയിൻ പരിപാടിയിലേക്ക്. കുറെ കാലം ഒരു സദ്യ വെച്ചിട്ട് 10-12 ഐറ്റം എന്തായാലും ഇലമ കയറിയേക്ക്. ചോറും വന്ന് സാമ്പാറും വന്ന് പപ്പടം കൂട്ടി ഒരു പിടി. പിന്നെ പറയാൻ ഡസും കൂടിയും കിട്ടിയാലും സെറ്റ്. തിരിച്ചു വരാൻ നേരത്താണ് സ്വിഗ്ഗിക്കാർ ട്രെയിനിൽ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത് കാണുന്നത്. എന്താ പരിപാടി എന്ന് അറിയുന്നവരുണ്ടെ പറഞ്ഞേരണേ. അപ്പോൾ ഓക്കെ, ഫോളോ ചെയ്ത് വെച്ചോ. ബൈ.